എന്തൊക്കെ പരിപാടി മക്കളെ. അങ്ങനെ നമ്മൾ വാരണാസിയിൽ ഇപ്പോൾ ഒരു 4 ദിവസം വന്നു. ഇപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. നമ്മളോട് ഒരു ചേട്ടായി നമുക്ക് റൂമൊക്കെ എടുത്തു എന്ന് പറഞ്ഞില്ലേ. ഞാനിപ്പോൾ പോണ നേരത്ത് ഇതിൻ്റെ ഓണർ ഒരു കാശ് ഇട്ടു വീണ്ടും. അങ്ങനെ തൽക്കാലം ഇപ്പോൾ ഉള്ളതൊക്കെ പറക്കി കൂട്ടി കൊടുത്ത് ഒഴിവാക്കി വിടാൻ വിചാരിച്ച ആളെ. അല്ലാണ്ട് വേറെ പാകില്ലേ. നമ്മൾ വിചാരിച്ച ആൾ നമുക്ക് സെറ്റാക്കി എന്താന്നാ. ഈ കോപ്പ് ഇറങ്ങണ നേരത്ത് മഴ പെയ്തില്ലോ. വീണ്ടും പണിയാവും തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ വെച്ചാൽ പെട്ടു. അങ്ങനെ എന്തായാലും നല്ലോട്ട് ഇറങ്ങാനുള്ള പരിപാടി നോക്കാം. അവിടെ നിന്നിട്ട് കാര്യമില്ല. വെറുതെ കുറേ ദിവസം കഴിയുന്ന കാര്യമില്ല. ഇപ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് മെല്ലെ ഇറങ്ങാം. എങ്ങോട്ടാ പോകേണ്ടതെന്നുള്ളൊരു തീരുമാനമായിട്ടില്ല. നേരെ എങ്ങോട്ടെങ്കിലും പോവുക തന്നെ. സാധനങ്ങളൊക്കെ പാക്കിങ് ഒക്കെ കഴിഞ്ഞു. മെല്ലെ ഇറങ്ങാൻ നോക്കട്ടെ കേട്ടോ. അപ്പോൾ ശരി മക്കളെ, വാരണാസിയോട് വിടാം. അപ്പോൾ ഓക്കെ ബൈ. നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് 2 മണിക്കൂർ 3/4 മണിക്കൂർ മഴ പെയ്തിട്ട് അവിടെ ഇരുന്നു. എന്നിട്ട് ഇപ്പോൾ വീണ്ടും ഇറങ്ങിയിട്ട് പറഞ്ഞാൽ വാരണാസിക്ക് ബീഹാറിലേക്ക് പോകുമ്പോഴേ ഗംഗാ റിവറിൻ്റെ മുകളിൽ കൂടെ കടന്നു പോകണം. ഒരു പാലമാണ് നോക്കി. അവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് വാരണാസി എന്ന് പറഞ്ഞത്. ആ ഘാട്ടുകൾ കണ്ടിട്ട് അങ്ങനെ ഓപ്പോസിറ്റ് സൈഡ് എത്തിയിട്ടുള്ള വാരണാസി വ്യൂ ഉണ്ട്. ഇവിടെ എന്തോ ഒരു സാധനം കൂടി ഉണ്ട്. ഇവിടെ ഇത് ബീച്ച് മാത്രമായിട്ട് നല്ല വലിയ പാലാട്ടത്. വാരണാസി ശരിക്ക് നമ്മളവിടെ നിന്ന് കാണുന്നേക്കാളും വ്യൂ ആയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഇതിൽ കൂടെ കാണണമെന്ന് അറിയില്ല. വണ്ടിയാ എന്തോ ഒരു ഇതെന്ന് പറഞ്ഞില്ല. ഇതെന്താ സംഭവം അറിയില്ല കേട്ടോ. അത് കുറച്ച് പഴയ നല്ല പഴയതാണുണ്ടത്. അപ്പം ശരി കേട്ടാ. അല്ലേ നനഞ്ഞ് കിടക്കണ ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ കിട്ടില്ല അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒഴിഞ്ഞോടുന്ന് കറക്കാൻ വരണതുകൊണ്ട് നല്ല സുഖമായിട്ട് പോകുന്നുണ്ട്. ഞാൻ ക്യാമറ എടുത്തേക്കട്ടെ കേട്ടോ. അപ്പോൾ കാരണം നമ്മൾ അവിടുന്ന് നേരെ ഇറങ്ങിയിട്ട് ഒരു ബൈപ്പാസ് കയറി നേരെ പോകുന്നു. ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ ബീഹാർക്ക് വരാമെന്ന് പറഞ്ഞേ. പിന്നെ ഒന്നും നോക്കിയില്ല. ബീഹാർ റൂട്ട് പിടിക്കാൻ വിചാരിച്ചു. ബീഹാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണല്ലോ. പണ്ട് തൊട്ട് നമ്മൾ കേൾക്കണത്. ഇപ്പം എങ്ങനെയാണെന്ന് അറിയില്ല. പണ്ട് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഒന്നും വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല. ആൾക്കാർ വണ്ടി തല്ലി പൊളിക്കുക, സാധനങ്ങൾ എടുത്തുകൊണ്ട് പോവുക, ഫുള്ള് കള്ളന്മാരും കൊള്ളക്കാരും അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ചോദിക്കുമ്പോൾ എങ്ങനെയാണ് എന്താ അവസ്ഥ ഒന്നും അറിയില്ല. നമുക്ക് എന്തായാലും പോയി നോക്കി നോക്കാം. പരമാവധി കുറച്ച് നേരത്തേക്ക് ടെൻ്റ് അടിച്ച് കിടക്കാനുള്ള പരിപാടി നോക്കാം. നേരം വൈകി കഴിഞ്ഞാൽ പിന്നെ പണിയാണ്. ചെറുപ്പത്തിനാണ് ഇവിടെ ബീഹാറിൽ അങ്ങനെ ഗുരുദ്വാരയും ധർമ്മശാലൊന്നും ഇല്ല. പറഞ്ഞാൽ ആശ്രമം ഉണ്ടാവും എന്ന് പറഞ്ഞു. പിന്നെ നോക്കി നോക്കാം. ജയ് ശ്രീരാം. കേരള അങ്ങനെ ഇവിടൊക്കെ എന്ത് പരിപാടി നടക്കുന്നത് കണ്ട. എല്ലായിടത്തും റോഡ് മൊത്തം വൃത്തിയാക്കുക. 2 സൈഡിലും വൃത്തിയാക്കുന്നുണ്ട്. ഫുൾ ആൾക്കാർ റോഡ് മൊത്തം വൃത്തിയാക്കുക. എന്നിട്ടൊക്കെയാണ് അവർ അങ്ങനെ പരിപാടി. 2 ആൾക്കാർ മോളിൽ കൂടെ മുമ്പ് അടിക്ക് വരാമെന്ന് വിളിച്ചിട്ടുണ്ട്. എന്താണാവോ വീഡിയോ എടുക്കണുണ്ട് കഴിഞ്ഞാൽ അതിൽ വരാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ വരും. വെറുതെ ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനത്തെ ഒരു ടൈപ്പാണ്. കണ്ടില്ല ഇവിടെ എല്ലായിടത്തും ക്ലോറിൻ പൗഡർ ഇടുക, വൃത്തിയാക്കുക, ഫുൾ പരിപാടി കേട്ടോ. പോലീസുകാർ കണ്ടാ ഇവിടെ മറ്റേ ചെക്ക് പോസ്റ്റ് പോലെയൊക്കെ വെച്ചിട്ട് അടച്ചിട്ടേക്ക് ക്ലീൻ ചെയ്യണേ. മന്ത്രിമാരൊക്കെ വരുന്നുണ്ടാവും ചിലപ്പോൾ. അതാവും നമ്മളവിടെ കണ്ടിട്ടില്ലേ. മന്ത്രിമാരൊക്കെ വരുമ്പോൾ സൈഡൊക്കെ വൃത്തിയാക്കണത്. അതേപോലത്തെ പരിപാടിയെന്ന് തോന്നുന്നുണ്ട്. ഓ അങ്ങനെ പോലീസുകാരാട്ടോ റോഡ് സൈഡിൽ മൊത്തം ഉണ്ടായി. പറഞ്ഞപ്പോഴേയും പോലീസുണ്ട്. സമയം 3 മണിയായി മക്കളെ. എന്ത് വെയിലെന്നാ പറയുക. കാലത്ത് മഴ, ഉച്ച കഴിഞ്ഞാൽ പറയുമ്പോണ്ട വെയിലെടുത്തിട്ട്
ഞാൻ കുറേ നേരം കടയിലവിടെ ഇരുന്നു. 12 മണി കൊണ്ട് വന്നിട്ട് ഒരു കടയിലവിടെ ഇരുന്നതാ. എളുപ്പമല്ലാട്ടാ ചൂട്. ഇന്നിവിടെ ഇവിടുത്തെ UP-യിലത്തെ മുഖ്യമന്ത്രി വരുന്നുണ്ടെന്ന്. എന്നിട്ടാ എന്തൊരു പേര് പറഞ്ഞു. അങ്ങനെ ആള് വരണ കാരണം ഇവിടെ എല്ലായിടത്തും നല്ല പോലീസ് ചെക്കിങ്ങും ഒക്കെ കൂടുതലായിരുന്നു. ഒരു സൈഡിൽ ഇരിക്കാൻ പറ്റില്ല, എല്ലാ സൈഡിലും പോലീസുകാർ ആയിരുന്നു. അങ്ങനെ പോലീസുകാർ കഴിഞ്ഞൊരു ഭാഗം നോക്കിയിട്ട് കയറിയിട്ട് ഒരു സൈഡിൽ കെടുക്കാനുള്ള സ്ഥലം നോക്കിയിട്ട് കെടുക്കാൻ കിട്ടുന്നില്ല. എല്ലായിടത്തും പോലീസുകാർ ഉച്ചയ്ക്ക് അവിടെ ഇവിടെ ഒക്കെ എടുക്കുക നടത്തി. ഒരു കടയുടെ അവിടെ ഒരു 2 കസേര ഇരിക്കുന്നുണ്ടാവും. നേരെ അവിടെ പോയിട്ട് കുറേ ഇരുന്നു. ഫോണ് ചാർജ് ചെയ്യാൻ വെച്ചു. ഫോണൊക്കെ ആകെ പ്രശ്നമായിട്ടുണ്ട്. 2 സൈഡ് മഴയൊക്കെ കൊണ്ടിട്ട് പ്ലഗിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കയറിയിട്ട് ചാർജ് കയറുന്നില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ നോക്കണമെങ്കിൽ അത് അടുത്ത പണിയാണിത്. ഇന്നലെ രാത്രി കുറേ നേരം കയറാണ്ടിരുന്നിട്ട് ലാസ്റ്റ് കുറേ കഴിഞ്ഞപ്പോൾ കയറി. പക്ഷെ ഇന്ന് കയറുന്നില്ല വീണ്ടും. പിന്നെ അടുത്ത പണി അതാണ്. കണ്ടില്ലേ, ഇവിടുന്ന് ഇനിയിപ്പോൾ മാപ്പിൽ നോക്കുമ്പോൾ ബീഹാറിൻ്റെ ബോർഡറൊക്കെ ചിലപ്പോൾ ഇന്ന് എത്തുമായിരിക്കും. പക്ഷേ ഞാനെന്തായാലും ഇന്ന് എത്തിക്കാൻ നോക്കുന്നില്ല. ഇന്നവിടെ വല്ല മന്ദിറ എന്തെങ്കിലും കിട്ടാൻ വെച്ചാലേ അവിടെ കയറി കിടക്കുക. ഈ 4-5 ദിവസം എവിടെയെങ്കിലും സ്റ്റേ ചെയ്തിട്ട് പിന്നെ ഇറങ്ങി കഴിഞ്ഞാൽ വസ്തുത ദിവസം ഉണ്ടല്ലോ, എന്ത് സീനാന്ന് അറിയും. എന്ത് സൗണ്ട് കേൾക്കണം. 4 ദിവസം റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര മടിയാ. ചവിട്ടാണ് തോന്നില്ല. എന്നിട്ട് ആമ്പല് താമരയുണ്ട്. താമര ചെടികൾ വലിച്ചൊന്നും ഉണ്ടല്ലോ. ഇത് ഇടുകയാണോ ചെയ്യണേ? ഇത് പുതിയത് കുറഞ്ഞ വെച്ചിട്ടുള്ള താമരല്ല, ഇത് വേറെന്താ സാധനമാണ്. അങ്ങനെ പെട്രോൾ പമ്പൊക്കെ കാണാണ്ട് കുറേ. ഇത് വലിയ ഹൈവേ ആയിരുന്നു. പെട്രോൾ പമ്പ് ഉണ്ടാവും, പക്ഷേ എടുക്കാൻ സ്ഥലം തരുന്നുള്ള മാത്രം പറഞ്ഞാൽ മതി. ഇടിഞ്ഞ് ഇന്നോട്ടിട്ട് നേരത്തെ കിടക്കാനുള്ള പരിപാടികൾ നോക്കണം. അയ്യോ, നമുക്ക് നമ്മുടെ സേഫ്റ്റി നോക്കണമല്ലോ, അല്ലാണ്ട് കാര്യമില്ലല്ലോ. ഇനി അങ്ങനെ ഉച്ചയായിട്ട് ഒന്നും കഴിച്ചില്ല. ഇന്നും ഒരു 3-4 5 കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ എനിക്ക് വരുമ്പോൾ അവിടെ ഒരു ബൈപ്പാസിൽ കയറണം. അവിടെ നിന്ന് ഒരു ചായക്കടക്കാരനായിട്ട് വിളിച്ചാണ്ട് ആദ്യം ഒരു ചായ വന്നു. അങ്ങനെ ഞാൻ പോകാന്ന് പറയുമ്പോൾ നിൽക്കുന്ന പറഞ്ഞിട്ട് അപ്പുറത്ത് തന്നെ വേറൊരു കട ഉണ്ട്. അവരേക്ക് നിന്ന് ഇയാൾ കാശ് കൊടുത്തിട്ട് ഒരു ബീഹാറി ഫുഡാണ്, ഒരു ഉണ്ടാ. അതെന്ന് പറഞ്ഞാൽ മൈദയൊക്കെ വെറുതെ ഒരു ബോൾ പോലെ ആക്കിയിട്ടുള്ളത്. അങ്ങനെ എന്തൊരു സംഭവം എനിക്ക് കഴിച്ചിട്ട് മനസ്സിലായില്ല. അത് കരിഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഞാൻ ചോദിച്ചപ്പോൾ കരിഞ്ഞല്ല അങ്ങനെയാണെന്ന് പറഞ്ഞത്. അങ്ങനെ അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ നേരെ വന്നിട്ട് അതിൻ്റെ സബ്ജി ബാക്കിയുണ്ട്. നടന്നു അതിൻ്റെ കറിയൊക്കെ ബാക്കിയുള്ള കാരണം അയാൾ വന്നിട്ട് വീണ്ടും പോയിട്ട് പൂരി വാങ്ങിച്ചു. ഞാൻ പറഞ്ഞു ഇത്ര കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞു. അത് വീട്ടിൽ ഇത് കഴിച്ചിട്ട് പോയി അതിന് പറഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോൾ ജിലേബിയൊക്കെ അവിടെ നിന്ന് സെറ്റായി. അപ്പോൾ കാലത്തത് കാര്യം അത് കാരണം പിന്നെ ഉച്ചയ്ക്കൊന്നും കഴിക്കാമെന്നില്ല കാര്യമായിട്ട്. അയ്യോ അങ്ങനെ നമ്മൾ UP-യിൽ നിന്ന് ബീഹാറിലേക്ക് എത്തി. ഞാൻ അവിടുന്ന് വരുമ്പോൾ തൊട്ടിട്ട് പറഞ്ഞിരുന്നതാണ് UP-യും ബീഹാറും സീനാണ്. അങ്ങനെ നമ്മൾ UP-യിലെ ബോർഡർ കഴിഞ്ഞു. ഇതാ അതാണെന്ന് ബോർഡർ ഉണ്ടാണെന്ന്. വെൽക്കം ടു ഉത്തർപ്രദേശ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അയ്യോ, ഇനി ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞ് നേരെ ബീഹാർ. ഇത് ചെക്ക് പോസ്റ്റ് എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. അത് മാത്രം കാണാമല്ലോ. നോക്കട്ടെ എന്തായാലും. അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റ് നോക്കിയിട്ട് ചെക്ക് പോസ്റ്റ് ഒന്നും കാണാനില്ല കേട്ടോ അവിടെ. അങ്ങനെ ബോർഡർ കഴിഞ്ഞ വഴിക്ക് ഗംഭീര മഴ ബീഹാറിൽ. ഓക്കെ, ഫുള്ള് അപ്പോഴേക്കൊരു ചെറിയൊരു തട്ടട കിട്ടിയായിരുന്നു. ഞാൻ വണ്ടി അടക്കം കയറ്റി ബാക്കിൽ ചെറുതായിട്ട് നനഞ്ഞിട്ടുണ്ട്, അല്ലാണ്ട് കാര്യമില്ല. ഫുള്ള് വെള്ളമായി റോട്ടിൽ. കണ്ടില്ലേ നല്ല മഴ. അതെന്ന് പറഞ്ഞാൽ കയറി നിൽക്കാനുള്ള സമയം പോലും തരില്ല. ആ ചൂട്ടത്ത് പെട്ടെന്നൊരു മഴ പെയ്തു, പെട്ടെന്ന് വെയിൽ വന്നു, പെട്ടെന്ന് മഴ പോയി. വെറുതെ ഒരു ആളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പെയ്യണല്ലേ, അങ്ങനത്തെ ഒരു പരിപാടി. അപ്പോൾ എന്ന് പറഞ്ഞാൽ 4:30 സമയം. ഇപ്പോൾ ടെൻ്റ് അടിക്കാനുള്ള പരിപാടി നോക്കാം. അയ്യോ വയ്യ, മഴ പെയ്തണം നല്ലതിനാണോ പൊട്ടേനാണെന്നൊക്കെ വഴിയെ മനസ്സിലാക്കാം നമുക്ക്. സാധാരണ മഴ പെയ്ത് കഴിഞ്ഞാൽ നല്ലതിനാന്നല്ല പറയുക. ബീഹാറിൽ കടന്ന വഴിക്കുന്ന നല്ല മഴ പെയ്തേ എന്താവും നോക്കാം. അങ്ങനെ നമ്മുടെ യാത്ര ഇനി ബീഹാറിൽ കൂടിയാണ്. നമ്മൾ ബീഹാറിൽ ഇപ്പോൾ എവിടേക്കാണ് പോകണമെന്ന് ഇപ്പോൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഗയ എന്ന് പറഞ്ഞുള്ളൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു വലിയൊരു ബുദ്ധൻ്റെ പ്രതിമ അങ്ങനത്തെ എന്തൊക്കെ പരിപാടി ഉണ്ട്. പിന്നെ ആ പോണ വഴിക്ക് തന്നെ
ഒരു വലിയൊരു വാട്ടർഫോള് അമ്പലം എന്തൊക്കെ കൂടിയിട്ടുള്ള സാധനം ഉണ്ട്. അത് പൂവഴിക്ക് തന്നെ റോഡ് സൈഡിൽ തന്നെ. അതിപ്പോൾ ഞാൻ അവിടെ കയറിപ്പോൾ അവിടുത്തെ ആൾക്കാർ പറഞ്ഞത് അവിടെ പൂവഴിക്ക് അങ്ങനെ ഒരു ഇതുണ്ട്, അതിൽ കയറിപ്പോന്നുള്ളത്. റോട്ടിൽ നിന്ന് ജസ്റ്റ് 1 കിലോമീറ്റർ ഒന്നും ഇല്ലയെന്ന് പറഞ്ഞത്, തൊട്ടടുത്താണെന്ന് പറഞ്ഞത്. അപ്പോൾ അത് 2 പോകാൻ വിചാരിച്ചിട്ടുള്ളത്. പിന്നെ വേറെ പ്ലാനിങ് ഒന്നും ആയിട്ടില്ല ഇതുവരെ. അങ്ങനെ ഇപ്പോൾ ടെൻ്റ് അടിക്കാനുള്ള പരിപാടികൾ നോക്കുന്നത്. ചമ്പനാണ് ഇവിടെയൊക്കെ ടെൻ്റ് അടിച്ച് കിടക്കാൻ വേണ്ടി എനിക്ക് കാണുന്നു. ഞാൻ പെട്രോൾ പമ്പ് നോക്കാൻ വിചാരിച്ചില്ല, അവിടെ പെട്രോൾ പമ്പ് ചോദിച്ചൊക്കെ പോയിട്ട്. അങ്ങനെ ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ ലോറി പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് ശീതളടിക്കില്ല, അത് മൊത്തം എത്തിയാവുക. ആകെ ചെളി പിള്ളി പരിവാകും, ഭയങ്കര സീനാ കാര്യം. നമ്മളെ ടെൻ്റ് അടിക്കാനുള്ള പരിപാടി നോക്കട്ടെ മക്കളെ. നോക്കിയേ ക്ലൈമറ്റ്, ക്ലൈമറ്റ് ഒക്കെ ഒറ്റയടിക്ക് മാറി. നോക്കിയേ എന്ത് രസമായിട്ടൊക്കെ ഫീലായി. ബീഹാറിൽ താഴത്തെ പോലീസ് വണ്ടി, പോലീസല്ല ഹൈവേ ആവുന്നത്. പാൻറ്റൊക്കെ ഫുള്ള് തന്നെ തുടങ്ങി. ഇതാണ് പ്രശ്നം. ഷൂ നനയ്യ, ഷൂ ഉണങ്ങാണ്ടിരിക്കുക. ഹൈ എന്തിട്ട് വ്യൂ നോക്കിയേ. ട്രെയിൻ പോകണുണ്ടോ പാടത്തൻ സൈഡിൽ കൂടെ. ദേവ് ഹോട്ടൽ അങ്ങനെയാണ്. ഹോ സമാധാനം കിട്ടി. കണ്ണടയ്ക്കുമ്പോളേ പുള്ളിരിട്ട ഞാൻ ഒരു നല്ല ഇരുട്ടായി ചോദിച്ചു. അങ്ങനെ ഇപ്പം എന്തായാലും സെറ്റാവുള്ള പരിപാടി നോക്കട്ടെ കേട്ടോ. ഞാൻ പോയിട്ട് അങ്ങനെ നമ്മൾ ഇന്ന് ടെൻ്റ് അടിച്ചിട്ടുള്ള സ്ഥലം കണ്ടു കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് കിളി പോവും. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ബീഹാറിൽ കയറി ഫസ്റ്റ് ദിവസം തന്നെ ടെൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് സ്ഥലമൊന്നും കിട്ടിയില്ല. അങ്ങനെ ഞാൻ പെട്രോൾ പമ്പിലൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പെട്രോൾ പമ്പിൽ കിടക്കാൻ പറ്റില്ല എന്നുള്ള റോളാണ്. അങ്ങനെ ഞാൻ ഈ വഴി പോയിട്ട് അവിടെ ഒരു കടയിലെ അവിടെ 2-3 ആൾക്കാരുണ്ടായിരുന്നു. അവരോട് ചോദിച്ചു ടെൻ്റ് അടിക്കാനുള്ള സ്ഥലം ഉണ്ടാവുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ തൊട്ടപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഒരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അമ്പലത്തേക്ക് ഞാനങ്ങനെ നടന്നു വരും, സൈക്കിൾ തള്ളിയിട്ട് വരുമ്പോൾ ഈ കടയിലത്തെ ആൾക്കാർ വന്നിട്ട് വിളിച്ചു തന്നെ. അണ്ട് പറഞ്ഞു രാത്രി കിടക്കാളാണോ നോക്കണേ ചോദിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇതേപോലത്തെ കട്ടിലുള്ള അതിൻ്റെ ഉള്ളിൽ എടുക്കുന്നുണ്ട്, അവിടെ കിടന്നോ രാത്രി ചിലപ്പോൾ ലോറിക്കാരങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ കിടന്നു പറഞ്ഞു. അപ്പോൾ അവരിപ്പോൾ അവരുണ്ടാവും, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അവിടെ. അങ്ങനെ ഞാൻ പറഞ്ഞു സാധനങ്ങളൊക്കെ ഉള്ളതല്ലേ. പിന്നെ ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ടെൻറ്റിന് അവിടുത്തെ ടെൻ്റ് അടിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞു ടെൻ്റ് അടിച്ച് കുഴപ്പമൊന്നുമില്ല, സേഫായിട്ട് കിടക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ടെൻ്റ് അടിച്ചിട്ട് ടെൻ്റ് അടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ പോയി നിന്നപ്പോൾ ഇരുന്നിട്ട് പറയാം രാത്രി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിച്ചാൽ ചെയ്യുന്നു. അങ്ങനെ അത് പറഞ്ഞപ്പോഴേക്കും എന്തോ ഒരു പ്രശ്നമുള്ള പോലെ നമ്മളൊന്നാമത് ഈ പറഞ്ഞിട്ട് കേട്ടിട്ടുള്ള ചിന്ത മനസ്സിൽ വന്നിട്ടുള്ള ഇറങ്ങിയതാണ്. അങ്ങനെ ഇപ്പോൾ അപ്പുറത്ത് പോയിട്ട് ഇവിടെ മറ്റേ ഫുഡുകൾ മാത്രമല്ല, അവിടെ ചിപ്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട്, മറ്റേ പാക്കറ്റ് പാലല്ലേ. അങ്ങനെ അത് വാങ്ങാൻ വേണ്ടി അപ്പുറത്തേക്ക് പോയി. അങ്ങനെ അവർ പറഞ്ഞു ഇവിടെ കണ്ടിട്ടൊന്നുമില്ല, എങ്ങനെ ലോറിയിൽ വന്നിട്ടുള്ളതാണോ ചോദിച്ചു. ഇവിടെ ഫുള്ള് ലോറികളല്ലേ. അപ്പോൾ ലോറിയിൽ വന്നിട്ടുള്ളതാണോ ചോദിച്ചു. ഞാൻ ലോറിയിൽ വന്നിട്ടില്ല, സൈക്കിൾ വന്നിട്ട് ഇവിടെ ടെൻ്റ് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആൾ പറഞ്ഞു ഇവിടെ കുഴപ്പമൊന്നുമില്ല, ഇവിടെ ഫുൾ ടൈം ആൾക്കാരുണ്ടാവും, സേഫ് ഒന്നും നിങ്ങൾ പേടിക്കേണ്ടായിരുന്നില്ല പറഞ്ഞു. അതാണ് ഞാൻ ഫുൾ ടൈം ഈ 2 ഭാഗത്തും ഫുൾ ടൈം ഹോട്ടലിൽ എപ്പോഴും ഉണ്ടാവുന്നു ലോറിക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട്. അപ്പോൾ പറഞ്ഞാൽ ഫുൾ ടൈം എന്തായാലും ലോറിക്കാരനെ. പിന്നെ ലോറിക്കാരൊക്കെ ഇവിടെ സൈഡായിട്ട് കിടന്നുറങ്ങാന്ന് വണ്ടിയുള്ളൂ. കുറേ പേര് വണ്ടിയിലുണ്ടാവും, പിന്നെ കുറേ ആൾക്കാർ ഈ ഹോട്ടലിൽ അതിൻ്റെ ഉള്ളിലൊക്കെ എടുക്കുന്നുണ്ടാവുന്നു. അപ്പോൾ ഫുൾ ടൈം ആൾക്കാരുണ്ടാവുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇപ്പോൾ പ്രശ്നം വരില്ല എന്ന് തോന്നുന്നു. അത് ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ അപ്പം നല്ലൊരു രാത്രി ആവട്ടെ വിചാരിക്കുക. ഫസ്റ്റ് ദിവസം തന്നെ ഞാൻ കിടന്നുറങ്ങിട്ട് ഇന്ന് ഭക്ഷണമൊന്നും ഇല്ല കേട്ടോ. ഇന്ന് മറ്റേ സാധനം മാത്രമല്ല, സ്നാക്സ് പാക്കറ്റ്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.